ഷിനോജിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാൻ തോന്നുന്നു. ഷിനോജ്, ഞാൻ അവിടെ കാണുന്നുണ്ട്, അവിടെ രാത്രിക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാണ്. ഇത് എന്താ ഇത്, ഏത് രീതിയിലുള്ള ആഘോഷമാണ് അവിടെ? അത് നമ്മൾ ഈ സാധാരണ കല്യാണത്തലേന്നൊക്കെ കാണാറുണ്ട്. അമ്മാതിരി വൈബാണ്. കോട്ടയം കളത്തൂരാണ്. ഇവർ 500 പേർക്ക് കഴിക്കാനുള്ള അല്ലെ കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി പഞ്ചായത്ത് മെമ്പർ എന്താ 100 കിലോ കപ്പ, 22 കിലോ ബീഫ്, പറഞ്ഞില്ല 500 പേർക്ക് കൊടുക്കും. പിന്നെ സലാഡ് 10 കിലോ സലാഡ്, അങ്ങനെ എല്ലാം കൂടെ നിർമ്മിച്ച് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് രാജേഷ്. ഈ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടേ കളിയായിട്ട് പോകുമോ ഇനി നമ്മുടെ കയ്യിൽ നിന്ന്? ഒന്നും പോയല്ല ഇല്ല പോവല പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആള് ജയിച്ചിരിക്കും പൂർണ്ണമായി. മെസ്സി. ഈ ലക്ഷ്മി അമ്മാളുടെ ഫാൻസ് വല്ലതും ഉണ്ടോ ഇവിടെ? അതായത് കാര്യം മെസ്സി വളർത്തിയതാണേലും മെസ്സി അടിച്ച് ഈ പ്രാവശ്യം മാറ്റിയിരിക്കും. ഈ പ്രാവശ്യം പ്രൈസ് സ്പെയിനായിരിക്കും. അവിടെ ഒരു ഒറ്റയാൾ പോരാളിയുണ്ട്, ബ്രസീല്. കളി എന്താവസ്ഥ എന്നോലും അറിയത്തില്ല. ബ്രസീൽ. ചേട്ടാ, ഇതെന്താ അവസ്ഥ? അവസ്ഥ എന്ന് പറയാൻ നല്ലൊരു അവസ്ഥയാണ്. രണ്ട് ടീമിന് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സ്പെയിൻ കൊടുത്താണ്. സ്പെയിനാണ് ജയിക്കുന്നുള്ള. അതായത് ചേട്ടന്റെ ടീമും കൊള്ളാം, ചേട്ടനും കൊള്ളാം. കാരണം ചേട്ടന്റെ ടീമും കളി കാണുന്ന വീട്ടിൽ ഇരുന്ന, ചേട്ടനും കളി കാണുന്ന വീട്ടിൽ ഇരുന്ന. കഴിഞ്ഞ വരെ ബ്രസീലായിരുന്നു, കമ്മറ്റി ടീമാണത്. ആള് മാറുന്നതനുസരിച്ച് തോക്കുന്നതനുസരിച്ച് അടുത്ത ടീമിനോടാവുന്നു. ഈജിപ്ത് ആവുന്നു, കേപ്പ് വെർദെ ആവുന്നു, ഇംഗ്ലണ്ട് ആവുന്നു, അടുത്തത് ഇപ്പോൾ സ്പെയിനായി. ജൂനിയർ സാരംഗ് സുരേഷ് തോക്കില്ല, ഒരിക്കലും തോക്കില്ല. പഞ്ചായത്ത് പറഞ്ഞ പോണേ നോക്കിയാ പോയാ അറിയാലോ. ഒന്നുമില്ല. അർജന്റീന ജയിച്ചിരിക്കും. അർജന്റീന 2-1 ജയിക്കും. 2-1. അർജന്റീന 2, മറ്റേ ബ്രസീൽ അല്ല സ്പെയിൻ 1. എത്ര ഗോളാണ് ജയിച്ചിരിക്കും? എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ. ദമാല് ഇത്തവണ ചലിപ്പിക്കുകയല്ല. മെസ്സി 2 ഗോൾ അടിക്കും. അർജന്റീന 3-1 കപ്പ് തൂക്കും. ഇത്തവണ തൂക്കും. മെസ്സി 2 ഗോൾ അടിക്കും. മെസ്സിയുടെ ക്യാപ്റ്റൻസിയിൽ 2ാമത്തെ കിരീടം. അറിയാം, ഇവർക്ക് അറിഞ്ഞൂടേ ഉള്ളൂ. സ്പെയിൻ തൂക്കും. മുന്നണി ആൾക്കാർ ഇവിടുത്തെ മുന്നണി ആളാ സാമ്പാർ. സ്പെയിൻ തൂക്കും. സ്പെയിന് 2 വേൾഡ് കപ്പ് കിട്ടും. സ്പെയിൻ തൂക്കും. പോർച്ചുഗൽ തോറ്റോണ്ട് നേരത്തെ റൊണാൾഡോ ആൾക്കാരായിരുന്നില്ലേ? റൊണാൾഡോയും നെയ്മറും ആയിരുന്നു ഇവരൊക്കെ. അർജന്റീനയുടെ ഓപ്പോസിറ്റ് വരുന്ന ഓരോ ടീം ഇവന്മാര് എപ്പോഴും ജയിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. സുരേഷ് അടുത്ത ഇവനും ബ്രസീല്, ഇവനാണെങ്കിൽ പോർച്ചുഗല്. ഇവന്മാരെപ്പോഴും നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്ന ഈജിപ്ത്, ഇംഗ്ലണ്ട്, കാബോ വെർഡയുടെ ഒക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു. എല്ലാം തോറ്റ്. കള്ളമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ല. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. സാരംഗ് സുരേഷാണ് ഇവിടെ ഉള്ള എല്ലാം. ചേട്ടാ, എന്താ അവസ്ഥ? അർജന്റീന മെസ്സി 2 ഗോൾ അടിക്കും. മെസ്സി 2. ഒരു ഗോളിന് അവര് കൊടുക്കും. പക്ഷേ പിന്നെ അർജന്റീന ജയിക്കും. 3-1 ജയിക്കും. ഈ 3-1 പിടിക്കാൻ കാര്യം എന്താ? ഏതാ? കാരണം അവരുടെ രീതി അതാ. ഒരു ഗോൾ അടിച്ചോട്ടെ, പാവപ്പെട്ട ടീമല്ല, ഒരു ഗോൾ അടിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കും. 3-1 അല്ലേ? അവർക്കും ചെയ്യും. ആരെ കേട്ടില്ല? അല്ലെ, എല്ലാവരും 3-1 എന്ന് പറയുന്നുണ്ട്, മെസ്സിക്ക് 2. അപ്പം പാവപ്പെട്ട സ്പെയിൻ ഒരു ഗോൾ അടിച്ചോട്ടെ എന്ന് ഞങ്ങൾ പറയണാണോ? അല്ല, സ്വാഭാവികമായും ഫൈനൽ വരെ ആഗ്രഹങ്ങളുണ്ടാകും. അവരുടെ ഇഷ്ടം പോലെ ആൾക്കാർ അവരുടെ TV വെച്ച് കാണുന്ന ആൾക്കാരാണ്. സ്പെയിൻ്റെ ഇഷ്ടം പോലെ ആൾക്കാർ, അവരുടെ ആരാധകരുണ്ട്. അപ്പോൾ ഒരു ഗോൾ അവർ ഫൈനലിൽ അടിക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്കും മോശമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗോൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അവർക്ക് ഒരു ഗോൾ നമ്മളൊരു പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്ന. അല്ലല്ല, സ്പെയിന് 3 ഗോളിന് അർജന്റീന ജയിച്ചിരിക്കും. തേങ്ങ തിരിവാണല്ലേ കളി.
അർജന്റീന ജയിച്ചിരിക്കും. ആ ഓക്കെ, കപ്പ് കൊണ്ടുവരും. എത്ര മണിയോട്ട് തുടങ്ങിയതാ? ഇതൊക്കെ 10 മണിയായപ്പോ തുടങ്ങിയതാ. ഈ ഇങ്ങോട്ട് തുടങ്ങിയതാ. രാജേഷ് കിഷോർ ഞങ്ങളുടെ മെസ്സി കപ്പ് തൂക്കിയിരിക്കും. ഞങ്ങളുടെ കപ്പ് കളി പോയാ ഒന്നും പോയി. ആര്? ഇതാണ് ആവേശം, ഇതാണ് ആവേശം. ആണോ? ഞങ്ങള് ജേഴ്സി മാറാൻ പോയിട്ടില്ല. ഞങ്ങള് അന്ന് കളി തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ ജേഴ്സിയിട്ടാണ് കളിച്ചത്. ആ ജേഴ്സിയുടെ ഫൈനൽ അടിക്കും, കപ്പ ബിരിയാണിയും കഴിക്കും ഞങ്ങൾ. ശരി, കപ്പടിച്ച് കപ്പ ബിരിയാണി കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അവിടെ ഷിനോജും കൂട്ടരും.